ഗൈസ്, അപ്പോൾ നേരത്തെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 ആണ് ഇത് കേട്ടോ ഗൈസ്. റമളാൻ ഡേ നമ്പർ 3യുടെ പ്രിപ്പറേഷൻ വീഡിയോയുടെ പാർട്ട് 2 ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റി വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ച് ഇതുപോലെ വേസ്റ്റൊക്കെ ഇരിക്കണ്ടായിരുന്നല്ലോ നമ്മൾ പൊട്ടുവെള്ളരിയുടെ. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്ത സാധനങ്ങളൊക്കെ എടുത്തോടുത്ത് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ എടുത്തോടുത്ത് വെച്ചു. അങ്ങനെ ഇതിവിടെ മൊത്തം ഒന്ന് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ് നന്നായിട്ട്. അല്ലെങ്കിൽ പിന്നെ ആകെ അലമ്പായി പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ കത്തിയൊക്കെ ഒന്ന് കഴുകി വെക്കാം. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു സാധനം കൂടി നമുക്ക് സെറ്റാക്കി എടുക്കാനുണ്ടെന്ന്. വേറെ ഒന്നല്ല, നമ്മുടെ പൈനാപ്പിൾ കുട്ടനാണ്. അതിൻ്റെ തൊണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ ഗൈസ്. അങ്ങനെ അത് കുഞ്ഞായിട്ട് നൈസായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ കുട്ടന്മാരെ ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കടികളൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാം കേട്ടോ ഗൈസ്. ആദ്യം തന്നെ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് മുട്ട ബജിയാണ്. അതിട്ട് അതേപോലെ തന്നെ പപ്സും കട്ട്ലേറ്റൊക്കെ നമ്മളൊന്ന് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുക്കി തിന്നാനുള്ള ചമ്മന്തി ഒരു കുഞ്ഞ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ ഗൈസ്. കുറച്ച് പാടുണ്ടായിരുന്നു ഈ സാധനം വരാനായിട്ട്. അങ്ങനെ എൻ്റെ ഫുൾ ബലവും കൊടുത്ത് ഞാൻ എങ്ങനെയോ അതൊന്ന് പീച്ചി പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പൈനാപ്പിൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് പൈനാപ്പിൾ ലൈം അടിക്കാനാണ് കേട്ടോ ഗൈസ്. അതിനായിട്ടൊരു ഫുൾ നാരങ്ങയും 3 വലിയ പീസ് പൈനാപ്പിളും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും നല്ല അടിപൊളി തണുത്ത വെള്ളവും കൂടി വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ പൈനാപ്പിൾ ലൈം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈന്തപ്പഴവും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഈന്തപ്പഴത്തിൻ്റെ കുരു മാറ്റിയിട്ട് പകരം ഞാൻ കുറച്ച് ആൽമണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഉള്ളിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സംഭവം കൂടെ റെഡി ആയിട്ടുണ്ട്. ആപ്പിള്, പേരയ്ക്ക, അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിൾ, പൊട്ടുവെള്ളരി ജ്യൂസ്, മുന്തിരി, കടികളായിട്ട് മുട്ട ബജി, പപ്സ്, കട്ട്ലേറ്റ്, ഈന്തപ്പഴം, അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ലൈമും സെറ്റായിട്ടുണ്ട്. അങ്ങനെ നോമ്പൊക്കെ തുറന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ ബൈ.